എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ക്യാബേജ് തോരനാണ്. തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ പലരും വ്യത്യസ്തമായിട്ടാണ് തോരൻ തയ്യാറാക്കുന്നത്. ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെ തോരൻ്റെ ടേസ്റ്റ് എല്ലാം മാറി മറിഞ്ഞേക്കാം. അപ്പോൾ എങ്ങനെയാണ് നല്ല രുചിയിൽ ഒരു തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം ക്യാബേജ് അല്ലെങ്കിൽ 2 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ചോപ്പർ ഉപയോഗിച്ച് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ക്യാബേജ് തോരൻ തയ്യാറാക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു കൂട്ടാതെ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു 7 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായി മൂത്ത് വിളഞ്ഞ തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. 1 മിനിറ്റ് നേരം മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്നങ്ങ് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരനാണ്. നന്നായി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പാണ്, സ്പ്ലിറ്റഡോ അല്ലാത്തതോ ചേർക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായിരിക്കുന്ന ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ക്യാബേജ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായി ചൂടായ വെളിച്ചെണ്ണയിൽ തേങ്ങ നല്ലതുപോലെ ഒരു 2 മിനിറ്റ് നേരമെങ്കിലും മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഊറുന്നത് പോലെ ആയിപ്പോവും. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് കൂടി ചേർത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. അതുപോലെ പെട്ടെന്ന് തന്നെ ആ ഒരു ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റ് പോവാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ആ ഒരു പച്ച കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ നല്ലതാണ് എല്ലാ തോരനിലും. അപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഏകദേശം ഒരു 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ക്യാബേജ് തോരനിൽ ചെറിയ ജീരകം ചേർക്കാറുണ്ട്. ചെറിയ ജീരകം ചേർക്കുമ്പോൾ ആ ഒരു ക്യാബേജിൻ്റെ ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് മാറി ചെറിയൊരു ജീരകത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്തി നിൽക്കുക. അതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അങ്ങനെയും ചെയ്യാറുണ്ട്. ആ ഒരു ടേസ്റ്റിൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ജീരകം കൂടി പൊടിച്ചത് ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സായി ആ ഒരു ക്യാബേജിൽ നിന്നുള്ള ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ കുറഞ്ഞെന്ന് തോന്നുമ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ക്യാബേജിന് ഒരുപാട് വേവൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.